അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്ക വിജയത്തിന് നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ. മുസ്ലിങ്ങൾ ഹറമിലേക്ക് കുലംകുത്തി ഒഴുകി വന്ന സുദിനം. തിരുനബിയുടെ ഭാവം, വിനയത്തിൻ്റെ പ്രതീകം. പ്രവാചകൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിരസ്സു കുനിഞ്ഞിരിക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കി. താടി രോമങ്ങൾ ഒട്ടകപ്പുറത്ത് സ്പർശിക്കുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു എന്ന യുവ സ്വഹാബിയാണ് സഹസഞ്ചാരി. മോചനം നൽകപ്പെട്ട അടിമയുടെ പുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹാഭാഗ്യം. പ്രവാചകനോടൊപ്പം ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം. പ്രവാചകൻ കഅബാലയത്തിന് മുമ്പിലെത്തിയപ്പോൾ പലരും അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരിൽ ഒരാൾ പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അതോടെ അയാൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. പ്രവാചകൻ അയാളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു: പേടിക്കരുത്, ഞാൻ രാജാവല്ല, ഉണക്കിയിറച്ചി ഭക്ഷിച്ചിരുന്ന ഒരു ഖുറൈശി സ്ത്രീയുടെ മകനാണ് ഞാൻ. അത് കേട്ടപ്പോൾ ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം പരന്നു. ഭയം മടങ്ങി. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമാണ് പ്രവാചകൻ എന്ന് ബോധ്യം വന്നു. അതുപോലെ എത്ര ആളുകൾ പ്രവാചകനെയും അനുയായികളെയും കഠിനമായി ദ്രോഹിച്ചവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പോട്ട് നീങ്ങി. കഅബാലയത്തിൻ്റെ താക്കോൽ ലഭിക്കണം. ആ താക്കോൽ ഉപയോഗിച്ച് കഅബാലയം തുറക്കണം. ഉസ്മാൻ ഇബ്നു തൽഹ, അദ്ദേഹമാണ് താക്കോൽ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തോട് താക്കോൽ ചോദിക്കണം. ചോദിച്ചാൽ തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ആ പഴയ സംഭവം തെളിഞ്ഞു വന്നു. ഹിജറയ്ക്ക് മുമ്പാണത്. കഅബയിൽ കയറി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതായിരുന്നു. ഉസ്മാൻ ഇബ്നു തൽഹയോട് താക്കോൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം ധിക്കാരപൂർവ്വം ഇങ്ങനെ മറുപടി നൽകി: ഞാൻ നിനക്ക് താക്കോൽ തരികയില്ല. പ്രവാചകൻ പറഞ്ഞു: ഒരു ദിവസം ഈ താക്കോൽ എൻ്റെ കയ്യിൽ വന്നു ചേരും. അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ താക്കോൽ നൽകും. ഉസ്മാൻ ഇബ്നു തൽഹയ്ക്ക് തീരെ രസിച്ചില്ല. അദ്ദേഹം പരിഹാസത്തോടെ സംസാരിച്ചു: നിന്റെ കയ്യിൽ ഈ താക്കോൽ വരികയാണെങ്കിൽ ആ ദിവസം ഖുറൈശികൾക്ക് ഏറ്റവും നിന്ദ്യമായിരിക്കും. അവരുടെ അന്തസ്സും അഭിമാനവും അതോടെ ഇല്ലാതാകും. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ മന്ദഹാസത്തോടെ പ്രതികരിച്ചു: നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ആ ദിവസം ഖുറൈശികളുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും. അവർ പ്രതാപവാന്മാരായി തീരും. ഇത് കേട്ടപ്പോൾ ഉസ്മാന്റെ ചുണ്ടുകളിൽ പരിഹാസത്തിൽ കുതിർന്ന പുഞ്ചിരി വിടർന്നു. അങ്ങനെ ഒരു ദിവസം വരികയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ ദിവസം ഇതാ വന്നണിഞ്ഞിരിക്കുന്നു. പ്രവാചകൻ അന്ന് സൂചിപ്പിച്ച ദിവസമാണിത്. പ്രതാപത്തിൻ്റെ ദിവസം, അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശാന്തനായി മുന്നോട്ട് നടന്നു. നേരെ മുമ്പിൽ ഉസ്മാൻ ഇബ്നു തൽഹ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശമാണ് കഅബയുടെ താക്കോൽ. ഉസ്മാൻ, കഅബാലയത്തിൻ്റെ താക്കോൽ തരൂ. യാതൊരു മടിയും കൂടാതെ ഉസ്മാൻ പുണ്യഭവനത്തിൻ്റെ താക്കോൽ എടുത്തു നീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയപൂർവ്വം താക്കോൽ വാങ്ങി. പ്രവാചകൻ താക്കോലുമായി കഅബ ഷരീഫിൻ്റെ വാതിലിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അവിടെ നല്ല ജനത്തിരക്കായിരുന്നു. ഉസ്മാനും ആ തിരക്കിൽപ്പെട്ടു. കഅബാലയത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയനങ്ങൾ ഉസ്മാനെ തിരയുകയായിരുന്നു. അതിനിടയിൽ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ചെന്ന് ഇങ്ങനെ അപേക്ഷിച്ചു: ഇനി ആ താക്കോൽ ഞങ്ങളെ ഏൽപ്പിച്ചാലും. ആ അപേക്ഷ നിരസിക്കപ്പെട്ടു. താക്കോൽ നൽകിയില്ല. അപ്പോഴും ആ കണ്ണുകൾ ഉസ്മാനെ തിരയുകയായിരുന്നു. ഉസ്മാൻ ഇബ്നു തൽഹയുടെ പ്രവാചകൻ ചോദിച്ചു: ഞാനിതാ ഇവിടെയുണ്ട്. ഉസ്മാൻ ഇബ്നു തൽഹയുടെ ശബ്ദം. ജനക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം തിക്കിത്തിരക്കി മുന്നോട്ട് വരികയാണ്. വളരെ പാടുപെട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു: ഉസ്മാൻ, ഇത് നന്മയുടെ ദിവസമാണ്, വാഗ്ദത്ത പാലനത്തിൻ്റെ ദിവസമാണ്. പുണ്യഭവനത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ തന്നെ ഇത് സൂക്ഷിക്കുക. ബലം പ്രയോഗിച്ച് ആരെങ്കിലും ഇത് അധീനപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ അക്രമി തന്നെ. ഈ വാക്കുകൾ ഉസ്മാൻ ഇബ്നു തൽഹയുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരങ്ങൾ വിറച്ചു. പ്രവാചകൻ നീട്ടിയ താക്കോൽ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങി. ഉസ്മാൻ ഇബ്നു തൽഹയ്ക്കും കുടുംബത്തിനും അതൊരു വലിയ പദവി തന്നെയായിരുന്നു. പുണ്യപ്രവാചകൻ നൽകിയ മഹത്തായ പദവി. ആ പദവി തലമുറകളിലേക്ക് പടർന്നു വന്നു. മക്കക്കാർ ഉസ്മാൻ ഇബ്നു തൽഹയെക്കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിച്ചു. ജാഹിലിയ കാലത്തെ അറബികൾ അദ്ദേഹത്തിൻ്റെ അവകാശം അംഗീകരിച്ചു കൊടുത്തിരുന്നു. താക്കോലിൻ്റെ അവകാശി എന്ന നിലയിൽ പുറം നാടുകളിൽ നിന്നും വരുന്നവർക്കും അദ്ദേഹത്തെ ആദരിച്ചു പോന്നിരുന്നു. ഇപ്പോഴിതാ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു. അങ്ങനെ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന ഖുറൈശി പ്രമുഖൻ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു.